ചെറിയ നിക്ഷേപം വലിയ സ്വപ്നങ്ങൾ. ഇത് തന്നെയായിരിക്കും നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ലക്ഷ്യമിടുന്ന ഒരു കാര്യവും അല്ലേ. ഇനീഷ്യലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം ചുരുക്കാൻ പറ്റുമോ അത്രത്തോളം ചുരുക്കുന്നു, പക്ഷേ നമുക്ക് വലിയ രീതിയിൽ വളരണം ഈ ഒരു ആഗ്രഹം വളരെ ലോജിക്കലാണ്. ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം ചുരുക്കാൻ കഴിയുമ്പോൾ അത്രത്തോളം ചുരുക്കിയിട്ട് തന്നെയാണ് നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല ഈ ബിസിനസ്സിൻ്റെ ഭാവി എന്താവും എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ഡൗട്ടുള്ള സ്ഥിതിക്ക് വലിയൊരു റിസ്ക് നമ്മൾ എടുക്കുന്നതിനേക്കാളും നല്ലത് ആ റിസ്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനീഷ്യലി ഇൻ കേസ് നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മളെ വലിയ രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ അതിനെ സേഫ് ഗാർഡ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു രീതി ഇന്നത്തെ കാലത്ത്. ഇനി ഇത്തരത്തിൽ ചെറിയ നിക്ഷേപം എന്ന് പറയുന്ന സമയത്ത് അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ നിക്ഷേപം എന്ന് പറയുന്നതായിരിക്കത്തില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ നിക്ഷേപം, മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അവരെ ചെറിയ നിക്ഷേപം. കാരണം ഓരോരുത്തരുടെ ജീവിത നിലവാരം വ്യത്യസ്തമാണ്, അവർ പണത്തെ നോക്കി കാണുന്ന രീതി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ചെറുത് എന്ന് പറയുന്നത് ദാറ്റ് ഇൻഡിവിജ്വൽ അനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും, വ്യക്തികൾക്കനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും നമ്മളൊരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് വലിയ സ്വപ്നങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത, മാറ്റി നിർത്താൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. അവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഘട്ടത്തിലെത്തി അടുത്ത ഘട്ടത്തിലേക്ക് വളരുന്ന സമയത്ത് വലിയ രീതിയിൽ ദോഷകരമായിട്ട് അത് ബാധിക്കും. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ കടക്കാം. നോക്കൂ, നിങ്ങളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് പ്ലാൻ ചെയ്യുകയാണ്. വളരെ ചെറിയ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. വളരെ ചെറിയ മെഷീനറീസ് എല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നൊരു ബിസിനസ്സാണെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾ ആ ബിസിനസ് എന്തായാലും മുന്നോട്ടേക്ക് കൊണ്ടുപോകും, അത് ഉറപ്പാണ്. പക്ഷേ ഓരോ ഘട്ടമായിരിക്കും നിങ്ങൾ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ബിസിനസ്സിന് അല്ലെങ്കിൽ മെഷീനറീസിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നത്, പ്രൊഡക്ഷൻ്റെ തോത് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ബിസിനസ് ചെയ്യുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുകയാണ് നമുക്ക് വലിയ രജിസ്ട്രേഷൻസോ അങ്ങനത്തെ കാര്യത്തിലേക്കൊന്നും കടക്കേണ്ട, പകരം ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രൊപ്പറേറ്റർ എന്ന് പറയുന്ന ലെവലിൽ പോയാൽ മതി. നമുക്കറിയാം പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ആധാർ കാർഡും പാൻ കാർഡും സ്വന്തം ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന രീതിയാണ്. പ്രത്യേകിച്ച് വേറൊരു ഒരു ലീഗൽ എൻറ്റിറ്റി ഒന്നും ഇവിടെ ഫോം ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ മാൻഡേറ്ററി ആയിട്ടുള്ള ലൈസൻസുകൾ മാത്രം നിങ്ങൾ എടുക്കുകയാണ്. ഉദാഹരണത്തിന് GST നിങ്ങൾ എടുക്കുന്നു. നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചുകൊണ്ട് GST നിങ്ങൾ എടുക്കുന്നു. അതിൻ്റെ നിങ്ങളുടെ പേരിൽ തന്നെ ഒരു കറണ്ട് അക്കൗണ്ട് നിങ്ങൾ എടുക്കുന്നു. നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും എല്ലാം വെച്ചുകൊണ്ടൊരു കറണ്ട് അക്കൗണ്ട്. ആൻഡ് ബാക്കി ലോക്കൽ ബോഡി ലൈസൻസ്, പിന്നെ ബാക്കി മാൻഡേറ്ററി ആയിട്ടുള്ള ഫുഡുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ്, എക്സ്പോർട്ടിങ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്, ISO സർട്ടിഫിക്കേഷൻ, ഇത്തരത്തിലുള്ള ലൈസൻസുകൾ മാൻഡേറ്ററി ആയിട്ടുള്ള ആവശ്യമുള്ള ലൈസൻസുകൾ മാത്രം നിങ്ങൾ എടുത്തിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു ഘട്ടത്തിലെത്തി നിങ്ങൾക്ക് തോന്നുകയാണ് നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, കൂടുതൽ പ്രൊഡക്ഷൻ നമുക്കിതിനകത്ത് കൊണ്ടുവരണം. സോ ഇത്തരത്തിൽ കൂടുതൽ പ്രൊഡക്ഷൻ കൊണ്ടുവരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ ഒരു റിസ്ക് എലമെൻറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണോ ഇനി നമുക്കിതിനൊരു കമ്പനി ആയിട്ട് മാറ്റിയാലോ, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ മറ്റോ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു LLP ഒക്കെ ആയിട്ട് മാറ്റിയാലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റുക എന്ന് പറയുന്നത് ദറ്റ് ഈസ് നോട്ട് എൻ ഈസി ടാസ്ക്. പോട്ടെ, നിങ്ങൾ തീരുമാനിക്കുകയാണ് ഓക്കെ ഇനി ഈ ബിസിനസ് ഞാൻ എൻ്റെ മക്കളെ ഏൽപ്പിക്കുകയാണ്. മക്കളിത് റൺ ചെയ്തോട്ടെ. അവിടെയും എല്ലാ ലൈസൻസുകളും നിങ്ങളുടെ പേരിലായതുകൊണ്ട് തന്നെ എഗെയിൻ ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ടാസ്ക് ടു ട്രാൻസ്ഫർ ഓൾ ദ റൈറ്റ്സ്. ഇനി സംഭവിക്കാതിരിക്കട്ടെ, നിങ്ങൾ എക്സ്പയർഡ് ആവുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾ മരണപ്പെടുകയാണെന്ന് വിചാരിക്കുക. ആ ബിസിനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എല്ലാ ലൈസൻസുകളും എടുത്തിട്ടുള്ളത് നിങ്ങളുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റൊരാൾക്ക് ഏറ്റെടുക്കുക എന്ന് പറയുന്നതും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ നോമിനിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു ടാസ്ക് ആയിരിക്കും. ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. ഇവൻ ഒരു പുതിയ ലൈസൻസ് എടുക്കാൻ തന്നെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോഴാണ് മരിച്ച ഒരാളുടെ ലൈസൻസുകൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് ചിന്തിച്ചാൽ മതിയാവുമല്ലോ, അത്രത്തോളം ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇനീഷ്യലി എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ബിസിനസ് ആശയം കിട്ടി, ഈ ബിസിനസ് ആശയമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഓരോ ഘട്ടത്തിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുള്ളൊരു രീതിയാണ് നിങ്ങളുടെ മനസ്സിൽ എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ഏറ്റവും ഉചിതം, എല്ലാവർക്കും ഞാനിത് സ്യൂട്ടബിൾ ആണെന്ന് പറയുന്നില്ല, വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ഒരു കുടിൽ വ്യവസായം ചെയ്യുന്ന ഒരു വ്യക്തി സംബന്ധിച്ചിടത്തോളം ഇത് ഒട്ടും സ്യൂട്ടബിൾ അല്ല. ആൻഡ് പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്ന ഈ ബിസിനസ്സുമായിട്ട്, ഈ ബിസിനസ്സിനോട് വലിയ താല്പര്യമൊന്നുമില്ല, എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് ഒട്ടും ഉചിതമായിട്ടുള്ളൊരു പരിപാടിയല്ല. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചെറിയ നിക്ഷേപം വലിയ സ്വപ്നങ്ങൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കഴിയുമെങ്കിൽ ഒന്ന് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറ്റാനായിട്ട് നോക്കുക. ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പോ, ഒരു LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു 1 പേഴ്സൺ കമ്പനിയോ, ആ ഒരു ഫോർമാറ്റിലേക്ക് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്, നിങ്ങൾ ഇതിന് ശേഷം എടുക്കുന്ന ലൈസൻസുകൾ
ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ട്രേഡ് മാർക്ക് ആണെന്നുണ്ടെങ്കിലും GST ആണെന്നുണ്ടെങ്കിലും പാക്കർ ലൈസൻസ് ആണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ട് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും ISO സർട്ടിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് ലൈസൻസ് എടുത്തു കഴിഞ്ഞാലും അത് എടുക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് യൂസ് ചെയ്തിട്ടായിരിക്കത്തില്ല, പകരം സ്ഥാപനത്തിൻ്റേതായിരിക്കും. വ്യക്തിപരമായിട്ട് നിങ്ങൾ അവിടെ ഒന്നും ഉപയോഗിക്കുന്നില്ല, എല്ലാം സ്ഥാപനത്തിൻ്റെ പാൻ കാർഡും സ്ഥാപനത്തിൻ്റെ ആ ഐഡൻറ്റിറ്റിയും ഡോക്യുമെൻറ്റ്സും വെച്ചിട്ടായിരിക്കും. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? അഥവാ നിങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും മറ്റൊരാൾക്ക് ആ നിലവിലുള്ള ലൈസൻസ് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ കഴിയും. കാരണം നിങ്ങളുടെ പേരിലല്ല ലൈസൻസ് ഉള്ളത്, സ്ഥാപനത്തിൻ്റെ പേരിലാണ്. സ്ഥാപനം ഒരിക്കലും ഇല്ലാതാവുന്നില്ല. അത് ആരെല്ലാം വന്നാലും പോയി കഴിഞ്ഞാൽ സ്ഥാപനം അതേപോലെ തന്നെ നിലനിൽക്കും. നിങ്ങൾ എക്സ്പയർഡ് ആവുകയാണ്, കുഴപ്പമില്ല, മറ്റൊരാൾ ഇതിനകത്ത് വരുന്നു, അവർക്ക് ഇതേ ലൈസൻസ് വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് കഴിയും. ആൻഡ് ആൾസോ നാളെ നിങ്ങൾ ഇതിനകത്ത് മറ്റൊരാളെ ആഡ് ചെയ്യാണ്, ഇൻവെസ്റ്റേഴ്സിനെ ആഡ് ചെയ്യാണ്, വളരെ ഈസിയാണ്. പ്രൊപ്പറേറ്ററെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങാനായിട്ടുള്ള പ്രൊവിഷൻ ഇല്ല നമ്മുടെ നാട്ടിൽ. ചെയ്യാൻ കഴിയുന്ന കടം വാങ്ങുക എന്നുള്ളതാണ്. അപ്പം അത് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്കറിയാമല്ലോ. അപ്പം ബിസിനസ്സിനകത്തൊരു ഇൻവെസ്റ്ററിനെ കൊണ്ടുവരിക, ബിസിനസ്സിനകത്തൊരു പാർട്ട്ണറിനെ കൊണ്ടുവരിക, ആൻഡ് ആ ലൈസൻസുകളെല്ലാം അതേപോലെ നിലനിർത്തുക. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്ന സമയത്ത് ഇതൊക്കെ അത്ര വലിയ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു, പക്ഷേ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. റീസെൻ്റ്ലി നമ്മുടെ ഒരു ക്ലയൻറ്റ് തന്നെ അദ്ദേഹം ഒരു ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇനി എന്ത് ചെയ്യും, കാരണം എല്ലാ ലൈസൻസുകളും ഫാദറിൻ്റെ പേരിലാണുള്ളത്, ട്രേഡ് മാർക്ക് ഫാദറിൻ്റെ പേരിലാണ്, എല്ലാം ഫാദറിൻ്റെ പേരിലാണ്, എന്ത് ചെയ്യും? ഈ ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് കഴിയും, പക്ഷേ ഒരുപാട് പ്രൊസീജിയേഴ്സ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ട് ഇനീഷ്യലി തന്നെ നമ്മളൊരു കമ്പനി രൂപീകരിച്ച് അതിൻ്റെ പേരിൽ എല്ലാ ലൈസൻസുകളും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാനായിട്ട് കഴിയും. അത് മാത്രമല്ല, വേറെയും കുറേ ബെനിഫിറ്റുകളുണ്ട്. എപ്പോഴും പറയുന്നതാണ് നിങ്ങളുടെ ബാധ്യത നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം അത് ചില്ലറ കാര്യമില്ല. ഒരു ബിസിനസ്സിനകത്ത് ലാബിലിറ്റി ലിമിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ദറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരുപാട് ലീഗൽ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള ഒരു മേഖല ബിസിനസ് തന്നെയാണ്. എപ്പോഴും നമുക്ക് എല്ലാ ക്ലയൻസിനെയും കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് ബിസിനസ് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഏതെങ്കിലും 100 പേരെ നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും ഒരുപക്ഷെ ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ് കിട്ടിയെന്ന് വരത്തില്ല. ഡിസാറ്റിസ്ഫാക്ഷൻ അവർക്ക് വന്നു എന്ന് വരാം. ഒരുപക്ഷെ അത് ലീഗൽ പ്രശ്നങ്ങളിലേക്ക് മൂവ് ചെയ്തു എന്ന് വരാം. ഒരിക്കലും അത് നിങ്ങളെ വ്യക്തിപരമായിട്ട് ബാധിക്കരുത്, നിങ്ങളുടെ അസറ്റ്സിനെ ബാധിക്കരുത്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കരുതി വെച്ചിട്ടുള്ള സ്വത്തിനെ ബാധിക്കരുത്. അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് മാറ്റിയിട്ട് ആ എൻറ്റിറ്റിക്ക് അകത്ത് തന്നെ അത് നിൽക്കണം, വ്യക്തിപരമായിട്ട് ബാധിക്കരുത്. ഇതിന് സഹായിക്കുന്നതാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു തത്വം. അത് ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിലും LLP ആണെന്നുണ്ടെങ്കിലും 1% കമ്പനി ആണെന്നുണ്ടെങ്കിലും അത് അപ്ലിക്കബിൾ ആണ്. അതിന് മുമ്പ് പറഞ്ഞതുപോലെ ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് വരാം, ആരെ വേണമെങ്കിലും പുറത്തു പോവാം. ലൈസൻസുകളെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കും, ബിസിനസ്സിൻ്റെ പേരും അതുപോലെ തന്നെ നിലനിൽക്കും. ഈ ഒരു അഡ്വാൻറ്റേജ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അനുഗ്രഹമാണ്. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പം മനസ്സിലായി എന്ന് വരത്തില്ല. ബിസിനസ് ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത്, അതിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും പല ബിസിനസ്സുകാരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴായിരിക്കും അവർ ആലോചിക്കുന്നത്, ഓക്കെ, അന്ന് ഞാനിത് ചെയ്യേണ്ടായിരുന്നു, അന്ന് ഞാൻ ചെയ്തൊരു മണ്ടത്തരമായിരുന്നു എന്നുള്ളത്. അത്തരത്തിൽ ചെയ്തിട്ടുള്ള ധാരാളം ആൾക്കാർ നമ്മളെ സ്ഥിരമായിട്ട് വിളിക്കുന്നതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം തുടക്കത്തിൽ തന്നെ എഗെയിൻ നോക്കുക, അതിൽ ഏത് ഫോർമാറ്റ് വേണമെന്നുള്ളത്, പ്രൈവറ്റ് ലിമിറ്റഡ് വേണോ, LLP വേണോ, 1% കമ്പനി വേണോ എന്നുള്ളതൊക്കെ നമ്മളെ വിളിച്ച് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനിക്കുക. വെറുതെ ബ്ലൈൻഡായിട്ട് ഏതെങ്കിലും ഒന്നും എടുക്കരുത്. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു പക്ഷേ നിങ്ങൾക്കത് താങ്ങാൻ കഴിയുമെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് തിരഞ്ഞെടുത്ത് അതുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാൽ വീട്ടിനകത്ത് വളരെ ചെറിയ രീതിയിൽ ചെറിയ നിക്ഷേപത്തിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സുഖമില്ല, നിങ്ങൾ ഒട്ടും വയ്യാതെ കിടക്കുകയാണ്, നിങ്ങൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനുള്ള ചെറിയ തുക മാത്രം 500-1000 രൂപ മാത്രം വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പറയുന്ന ലിമിറ്റഡ് സ്ഥാപനം എന്ന് പറയുന്ന രീതിയിലേക്കൊന്നും പോകരുത്. കാരണം അതിന് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അത് അഡീഷണൽ ബേർഡൻ ആയിരിക്കും. അത് നിങ്ങൾ സാധാരണ പ്രൊപ്പറേറ്ററായിട്ട് വളരെ ആവശ്യമുള്ള മിനിമൽ ആയിട്ടുള്ള ലൈസൻസുകളും രജിസ്ട്രേഷൻസും മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുക. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് വലിയ സ്വപ്നങ്ങൾ മുന്നിൽ കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കരുത്. ലൈസൻസുകൾ, രജിസ്ട്രേഷൻസിൽ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കരുത്. കോംപ്രമൈസ് ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി ഇതിൻ്റെ പ്രോസസ്സിലായിരിക്കണം. അത് നിങ്ങളുടെ മിഷനറീസ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മറ്റ് മാർക്കറ്റിങ്ങോ ബ്രാൻഡിങ്ങോ ആക്ടിവിറ്റീസിലാവും. ഈ എഗെയിൻ ബ്രാൻഡിങ് ആക്ടിവിറ്റീസിലേക്ക് കടക്കുന്ന സമയത്തും വലിയ കോംപ്രമൈസ് വരുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നിങ്ങളുടെ ഓർഗനൈസേഷൻ പിന്നീട് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് വളരുന്ന സമയത്ത് ആൾക്കാർക്കിടയിലുള്ള ആ ഒരു റെപ്യൂട്ടേഷൻ വലിയ രീതിയിൽ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നില്ല, കാരണം അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ.
അപ്പോൾ നിങ്ങൾ വളരെ ചെറിയ നിക്ഷേപത്തിലാണ് ബിസിനസ് ആരംഭിക്കുന്നുണ്ടെങ്കിലും അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫ്യൂച്ചർ പ്രൂഫ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ അത് പ്രൊട്ടക്ട് ചെയ്യുക. ട്രേഡ് മാർക്ക് മറ്റൊരു കേസാണ്, സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് കിടക്കുന്നില്ല, എങ്കിലും ഒന്ന് പറഞ്ഞു പോവാം. നിങ്ങൾ ട്രേഡ് മാർക്ക് പിന്നീട് എടുക്കാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുകയാണ്. ആ സമയത്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പേരിൽ ഓൾറെഡി ഒരു കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു വളർച്ച കണ്ടിട്ട് അല്ലെങ്കിൽ ആ പേര് കണ്ടിട്ട് മറ്റൊരാൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തു, അവർക്ക് അതുമായി മുന്നോട്ടേക്ക് അവർ പോവുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ പേര് അവിടെ വെച്ച് നിർത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, വലിയ രീതിയിലുള്ള നഷ്ടത്തിലേക്ക് വരും. അപ്പം ഇത് നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത കുറേ എക്സ്പെൻസുകളാണ് ഞാനീ പറയുന്നത്. ഇതിലൊന്നും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇതിൻ്റെയൊക്കെ ലീഗൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. ഇപ്പം മനസ്സിലായെന്ന് വരത്തില്ല, പെടുന്ന സമയത്തായിരിക്കും മനസ്സിലാവുന്നത്. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജുരാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.